ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർക്കിഡ് വെറൈറ്റികളെ കുറിച്ചുള്ള ഏതാനും വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചുള്ള 1-2 വീഡിയോകളുമുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോകളുടെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഴിയുമെങ്കിൽ കാണാൻ ശ്രമിക്കണം. ഓർക്കിഡുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓർക്കിഡ് പൂക്കൾ ഇന്ന് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു. പല നിറത്തിലും ഷേപ്പിലും പാറ്റേണുകളിലുമായി കാണപ്പെടുന്ന ഈ പൂക്കൾ എല്ലാവരെയും ആകർഷിക്കുന്നു. ഇന്ന് ഞാൻ ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്ന ചില പ്രത്യേക ഇനം ഓർക്കിഡ് സുന്ദരികളെ പരിചയപ്പെടുത്താം. മാത്രമല്ല ഇതെല്ലാം യെല്ലോ കളറിൽ വരുന്നവയുമാണ്. ഈ പൂക്കളെ നോക്കൂ, വലിയൊരു സ്പൈക്കിൽ നിറയെ വിടർന്നു നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ. ഉള്ളിലുള്ള 3 പെറ്റൽസിന് നല്ല ഡാർക്ക് റെഡ് കളറാണ്. ചുവന്ന നിറത്തിലുള്ള പെറ്റൽസ് 3 ലിപ്പുകൾ പോലെ കാണപ്പെടുന്ന ഈ ചെടിയുടെ പേര് ഡെൻഡ്രോബിയം യെല്ലോ 3 ലിപ്പ്. ബ്രൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഈ പൂക്കൾ സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. മാത്രമല്ല ഇതിലിപ്പോൾ എല്ലാ പൂക്കളും വിടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൂവിൻ്റെ ഭംഗി മുഴുവനായും നമുക്ക് ആസ്വദിക്കാനും കഴിയുന്നു. ഡെൻഡ്രോബിയം യെല്ലോ 3 ലിപ്പ് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ ചെടിക്ക് ഏകദേശം 500 രൂപയോളം വില വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു ചെടി ഇവിടെ ഒരു മരത്തിൽ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂക്കൾ ഇത്രയ്ക്കും വിടർന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ രണ്ടും ഒരു ചെടി തന്നെയാണ്. സങ്കര ഇനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് സംയോജിപ്പിച്ചെടുക്കുന്നതിലെ വ്യത്യാസം കൊണ്ട് വ്യത്യസ്ത ചെടികളിൽ പൂക്കളുടെ നിറത്തിലും വലുപ്പത്തിലും പാറ്റേണിലും വ്യത്യാസം കാണാറുണ്ട്. അടുത്തത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. ഈ ചെടി ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അന്നത് മുഴുവനായും വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ മൊട്ടുകളെല്ലാം മുഴുവനായും വിരിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ചെടിയുടെ പേര് ഡെൻഡ്രോബിയം യെല്ലോ സ്പ്ലാഷ് മ്യൂട്ടേഷൻ എന്നാണ്. മ്യൂട്ടേഷനിൽ വരുന്ന ചെടികളുടെ പ്രത്യേകത അവയുടെ ഇതളുകളുടെ അഗ്രഭാഗത്തായി മറ്റൊരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. ലൈറ്റ് യെല്ലോ കളറിൽ വന്നിരിക്കുന്ന പൂവിൻ്റെ ഇതളുകൾക്ക് ചുറ്റും ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നു. ഇതളുകളുടെ ഈ കളർ കോമ്പിനേഷൻ പൂവിനൊരു അമേസിംഗ് ലുക്ക് നൽകുന്നുണ്ട്. ഇത് കുറച്ച് വില കൂടിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഏകദേശം 1000 രൂപ വരെ ഒരു ചെടിക്ക് വില വരാറുണ്ട്. ഇതെല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്. അടുത്തത് ഡെൻഡ്രോബിയത്തിൻ്റെ യെല്ലോയിൽ തന്നെ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയം യെല്ലോ വിത്ത് വൈറ്റ് ലിപ്പ്. പേരുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂവിനുള്ളിൽ മഞ്ഞ ലിപ്പിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ചെടിയിൽ നിന്നും നല്ല നീളമുള്ള സ്പൈക്ക് വന്ന് വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്നു. യെല്ലോ വൈറ്റ് ടെക്സ്ചർ ഈ പൂവിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. ഇതും ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അടുത്തത് ഡെൻഡ്രോബിയം തോങ്ചായ് ഗോൾഡ്. ഒരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയായ ഇതിൻ്റെ പ്രത്യേകത മഞ്ഞ ഇതളുകളുടെ ഉള്ളിലായി ചെറിയ ഒരു ബ്രൗൺ റെഡ് ഷെയ്ഡിലുള്ള ലിപ്പാണ്. ഇതിപ്പോൾ മുഴുവനായും വിരിഞ്ഞിട്ടില്ല. പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ വെറൈറ്റികളുടെ എല്ലാം പ്രത്യേകത നന്നായി കെയർ ചെയ്താൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഏകദേശം 2 മാസം വരെ കേടുകൂടാതെ നിൽക്കും. മുഴുവനായും വിരിഞ്ഞ തോങ്ചായ് ഗോൾഡിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഏകദേശം 600 രൂപയോളം വില വരുന്നുണ്ട്. ഡെൻഡ്രോബിയം യെല്ലോയിൽ തന്നെയുള്ള മറ്റൊരു ഇനമാണ് ഡെൻഡ്രോബിയം യെല്ലോ റെഡ് ലിപ്പ്. പ്യുവർ യെല്ലോ കളറിനുള്ളിൽ ഡാർക്ക് റെഡ് ലിപ്പാണ് അതിൻ്റെ ഭംഗി. അടുത്തതും ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം തോങ്ചായ് ആങ്ചങ്. നല്ല ഭംഗിയുള്ള ഫ്രഷ് യെല്ലോ ഫ്ലവേഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത. കൂട്ടമായി നിൽക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ആയ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണിതിന്. ഡെൻഡ്രോബിയം ഓർക്കിഡിലെ യെല്ലോ കളറിൽ വരുന്ന വളരെ കുറച്ച് വെറൈറ്റികളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ പൂക്കൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.